ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു നാടൻ വിഭവമാണ്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഞാനൊരു പച്ച ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മത്തി, അതായത് ചാള നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കണം. ഇതൊരു പച്ച ചക്കയാണ്. ഞാനിത് മുറിച്ച് ഇതിനകത്തുനിന്ന് ചുളയെല്ലാം പറിച്ചെടുത്ത് അരിഞ്ഞതിന് ശേഷം നമുക്ക് ചക്ക വേവിച്ചതും മത്തി മുളകിട്ടതുമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഞാനിത് മുറിച്ച് ചുളയെല്ലാം പറിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ആ ചക്കയിലെ ചുളയെല്ലാം പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് പൊളിച്ച് ഇതിൻ്റെ ഉള്ളിലെ കുരു മാറ്റിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. നമുക്ക് വേവിക്കാനുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചെറുതായിട്ട് അരിയാം. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചക്ക വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 6-7 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 1 മുറി നാളികേരം ചിരകിയെടുത്തത് അത് ഇതിലേക്ക് ഇടാം. എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കണം. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടാം കേട്ടോ. ഇപ്പോൾ ഞാൻ മിക്സിയിൽ അത് നാളികേരമൊക്കെ ഒതുക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ കല്ലിലാണ് അരക്കണമെങ്കിൽ ഒട്ടും വെള്ളം വേണ്ട കേട്ടോ അരച്ചെടുക്കാൻ. പക്ഷെ മിക്സിയിൽ അരയ്ക്കുമ്പോൾ നമുക്ക് അല്പം വെള്ളം ഇതിൽ ചേർക്കേണ്ടി വരും. അങ്ങനെ ഇതേപോലെ ഒതുക്കിയെടുത്താൽ മതി കേട്ടോ. അധികം ഇങ്ങനെ അരഞ്ഞു പോകരുത്. ഇനി നമുക്ക് ചക്ക വെന്തോന്ന് നോക്കാം കേട്ടോ. ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഈ അരപ്പൊക്കെ ഒന്ന് ഇതിനകത്ത് ഇരുന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ 2 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല വാസന വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അധികം ഉടച്ച് പേസ്റ്റ് പോലെ ആക്കണ്ട. ജസ്റ്റ് ഒന്ന് നല്ലപോലെ ചക്ക വെന്തിരിക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തുമ്പോൾ തന്നെ അത് ഉടയും. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് നോക്കിയിട്ടില്ല. ചക്ക വേവിച്ചപ്പോൾ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന്
മിക്സ് ചെയ്ത് കൊടുക്കാം. കേട്ടോ, നല്ല ചക്ക വേവിച്ചത് നല്ല അടിപൊളിയായി. നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഈ ചക്കപ്പുഴുക്കിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഇതിനകത്ത് ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്ക വേവിച്ചത് റെഡിയായി, അഥവാ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചാള അഥവാ മത്തി മുളകിട്ട് വയ്ക്കാം. ഇനി മത്തി മുളകിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി, ഒരു 8-9 ഉള്ളി ചതച്ചത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 4-5 പച്ചമുളക് അരിഞ്ഞതും അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഇതിലേക്ക് ഇടുന്നത്. കളർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് നമ്മൾ മുളകിലാണല്ലോ ഇത് വെക്കുന്നത്. അപ്പോൾ ഫ്ലെയിം നന്നായി ചുരുക്കിയതിന് ശേഷം വേണം കേട്ടോ ഈ പൊടി ഇടാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രത്തോളം നിങ്ങളുടെ പുളിക്ക് ആവശ്യമായ കുടംപുളി വേണം ഇടാനായിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടെ ഇടാം. നമുക്കിത് മൂടി വയ്ക്കാം. ഇത് നല്ലതുപോലെ തിളച്ച് ഇതിലെ ഉപ്പും പുളിയും എല്ലാം ഇളകിയതിന് ശേഷം നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നല്ലതുപോലെ ചാറിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മുടെ മത്തിമുളകിട്ടത്. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് ഇതിനകത്തിരുന്ന് വീണ്ടും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നും കൂടെ വറ്റി കുറുകും. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സൂപ്പർ മത്തിക്കറി റെഡി ആയിട്ടോ. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് നമ്മുടെ ചക്കപ്പുഴുക്കും ഈ മത്തിമുളകിട്ടതും കൂടെ സെർവ് ചെയ്യാം.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേരളീയർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്ക വേവിച്ചതും മത്തി മുളകിട്ടതും റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.